ഹായ് ഹലോ, എൻ്റെ പേര് ബിപിൻ എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലാണ്. ഞാൻ ചെറിയ രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെയൊക്കെ ബിസിനസ് റൺ ചെയ്യുകയാണ്. എൻ്റെ ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ, അതായത് ഇന്ന് കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രേഡിങ്ങിനെ കുറിച്ചാണ്. അറിയാം, നമുക്കിപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ്, മെൻറ്റേഴ്സ്, ചാനൽസ്, കോഴ്സ് പ്രൊവൈഡേഴ്സ് ഒരുപാട് പേരുണ്ട്. ട്രെൻഡിങ് ആണ്. കാരണം ഇപ്പോൾ എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ പാസീവ് ഇൻകം കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ട്രേഡിങ്ങിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇക്വിറ്റിയിൽ അധികം ഫോക്കസ് ചെയ്യാറില്ല. ഇക്വിറ്റിയിൽ നമുക്ക് നല്ല ലോ പ്രൈസിൽ നല്ല സ്റ്റോക്കുകൾ കിട്ടിയാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ വാങ്ങിയിടാറുള്ളത്. ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഷെയർ മാർക്കറ്റിലെ ഓപ്ഷൻ ബൈങ്ങിലാണ്, നേക്കഡ് ഓപ്ഷൻ ബൈങ്ങിലാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. 3 വർഷമായിട്ട് നമ്മൾ എന്തിനിറങ്ങുമ്പോഴും നന്നായി പഠിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ സമയമെടുത്ത് കേരളത്തിൽ പുറത്തും ഹിന്ദിയിലാകട്ടെ ലാംഗ്വേജസിൽ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ കാണുന്ന അല്ലെങ്കിൽ കോഴ്സ് കൊടുക്കുന്ന വെബിനാർസ് സംഘടിപ്പിക്കുന്ന ഒട്ടുമിക്ക എല്ലാവരുടെയും കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കോഴ്സ് എടുത്തു. നമ്മളൊരു കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഓക്കെ, ഇത് നമ്മൾ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാസീവ് ഇൻകം, സൈഡ് ഇൻകം നമുക്ക് റെഗുലറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്തോ ഒരു സിസ്റ്റം ഉണ്ട് ഇതിൽ, അത് പഠിച്ചെടുത്താൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്താൽ അത് നമുക്ക് കിട്ടും. അതുവഴി നമുക്ക് അതൊരു പ്രോഫിറ്റ് ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാന്നുള്ളതായിരിക്കും. പക്ഷെ നമുക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിടത്തുനിന്നും ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പല കോഴ്സുകൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു 3 വർഷം ഇതിൻ്റെ പുറകെ നിന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും ഈ ഒരു 3 വർഷത്തെ യാത്രക്കിടയിൽ ഇപ്പോൾ ആദ്യം നമുക്ക് യൂട്യൂബിൽ വരുന്ന വീഡിയോസിൽ, മെൻറ്റേഴ്സിൻ്റെ വീഡിയോസിൽ അവരാദ്യം പറഞ്ഞിരുന്ന അഭിപ്രായമല്ല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഒരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രാറ്റജി, ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ മാത്രം നമുക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയില്ല. സക്സസ്ഫുൾ നമ്മളാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ സൈക്കോളജി ബിൽഡ് ചെയ്യണം. അതുകൊണ്ടാണ്, സൈക്കോളജി ബിൽഡ് ചെയ്യാത്തത് കൊണ്ടാണ് അധിക പേരും ഇതിൽ ഫെയിൽ ആവുന്നതെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സിസ്റ്റം, ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രമേ സക്സസ് ആവാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് അത്ര ഒരു ഫേമസ് ഒന്നും അല്ല, പക്ഷേ പുള്ളി കോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാറിനെ പരിചയപ്പെട്ടു, പുള്ളിയുടെ കോഴ്സ് എടുത്തു. ആ പുള്ളിയുടെ ഞാൻ കോഴ്സ് എടുക്കാൻ അല്ലെങ്കിൽ എന്നെ ആകർഷിച്ച കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് ഞാൻ മേക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രശ്നം ലോസാണ്, SL ആണ്. എത്ര പോയിൻ്റ് SL വെക്കണം, SL അടിച്ചാൽ വീണ്ടും ഞാൻ ആ ഡയറക്ഷനിൽ തന്നെ വീണ്ടും എൻട്രി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ആദ്യം കിട്ടിയതിനേക്കാൾ ഹൈ പ്രീമിയത്തായി നമ്മൾ അടുത്ത് എൻട്രി എടുക്കുന്നത് ഫിയർ ഓഫ് മിസ്സിങ് മൂലം. അപ്പോൾ അത് വീണ്ടും ലോസ് വരുന്ന ദിവസങ്ങളിൽ പ്രോഫിറ്റ് കിട്ടിയതിൻ്റെ 3x അല്ലെങ്കിൽ 4x നമുക്ക് ലോസ് വരുന്നുണ്ട്. അപ്പോൾ മന്ത് എൻഡ് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആവുന്നില്ലായിരുന്നു. അതായത് എൻ്റെ മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു. അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സാറിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തത്. ആ കോഴ്സ് അറ്റൻഡ് ചെയ്തതിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് ഒന്നും ഞാൻ പറയുന്നില്ല, അതിലല്ല കാര്യം. പക്ഷേ പുള്ളിയുടെ സൈക്കോളജി എല്ലാവരും പറയുന്നത് തന്നെ, പക്ഷേ നമ്മളത് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഗുണമുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചാൽ 2 ഗുണമാണ്. ഈ വീഡിയോ ഇപ്പോൾ തുടക്കമാണ്, ഒരാളും കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇൻ ഫ്യൂച്ചർ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഗുണമായിരിക്കും. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും ഗുണമുള്ളത് എനിക്കാണ്. കാരണം എന്ന് പറയുന്നത്, ഞാനൊരു സിസ്റ്റം പഠിച്ചു, ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ റൂൾ ഫോളോ ചെയ്താണ്, മനസ്സിലായി. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, റൂൾ ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ആ റൂൾ ഫോക്കസ് ചെയ്യാൻ ഞാൻ ഫോഴ്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഞാൻ ലൈവ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നാളെയും വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഞാൻ അപ്പോൾ ഫോഴ്സ്ഡ് ആവുകയാണ്. എൻ്റെ ഗുണം കൂടുതൽ കിട്ടുന്ന എനിക്കാണ്. മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാപിറ്റൽ 20,000 ആണ്. ഓപ്ഷൻ ബൈങ് ചെയ്യാൻ 20,000 ക്യാപിറ്റൽ ഞാൻ ഇതിൽ ഡിപ്ലോയ് ചെയ്യുകയാണ്. പക്ഷേ ഒരിക്കലും എൻ്റെ ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ടിൽ ഫുൾ എമൗണ്ട് ഡിപ്ലോയ് ചെയ്യില്ല. 10,000 or below ഇതായിരിക്കും ഞാൻ അതിലിടുന്നത്. തുടർച്ചയായിട്ട് SL അടിക്കുമ്പോൾ മാത്രം ക്യാപിറ്റലിൽ പമ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 20,000 എപ്പോൾ നിർത്തുന്നു, 20,000 രൂപ എപ്പോൾ നമ്മുടെ ഇത് വാഷ് ഔട്ട് ആകുന്നു, അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം നമ്മൾ നിർത്തുകയാണ്. കാരണം നമ്മളൊരു ട്രേഡിന് SL ഇടുന്ന നടക്കാൻ നമ്മൾ ഒരു സിസ്റ്റത്തിന് SL വേണം. നമ്മൾ പറ്റില്ല വേണ്ട, പിന്നെ അതിൻ്റെ പുറകെ പോയി നമ്മളുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഫുള്ള് നശിപ്പിക്കുന്നത് ശരിയല്ല. അത് ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റൂൾ ബേസ്ഡ് പോവുക. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസം ഒരു ട്രേഡിൽ 300 രൂപ ലോസ്, സിംഗിൾ ലോട്ട് 300 രൂപ ലോസ്, പ്രോഫിറ്റ് മിനിമം 600. അത് 1:2. അതിന് മുകളിൽ എടുക്കാം, 1:3, 4 ഒക്കെ എടുക്കും. മിനിമം 1:2 നമ്മൾ കീപ്പ് ചെയ്യണം.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 10 ദിവസം തുടർച്ചയായിട്ട് SL അടിച്ചാൽ പോലും നമ്മൾ എത്ര പോകുന്നുണ്ട്? 3000 രൂപ നമുക്ക് പോകുന്നുള്ളൂ. 10 ദിവസം തുടർച്ചയായി SL ഹിറ്റ് ചെയ്താൽ പോലും. അപ്പോൾ നമ്മളീ പറഞ്ഞ 20,000 രൂപ വാഷ് ഔട്ട് ആവണമെങ്കിൽ നമ്മൾ എത്ര ദിവസം കണ്ടിന്യൂസ് SL അടിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ദിവസം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കോൺഫിഡൻസ് ഒരു സ്റ്റഡി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. കോൺഫിഡൻസ് ബിൽഡ് ഒരിക്കലായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് സിസ്റ്റമല്ല, നമ്മളിപ്പോൾ റൂൾ ബേസ്ഡ് സിസ്റ്റമാണ്. അങ്ങനെ ഉണ്ടായുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ വലിപ്പം കൂട്ടാനും സാധിക്കും. അപ്പോൾ നമ്മളിപ്പം ഡെയിലി 300 രൂപ എന്ന് നമ്മളതിനെ കൊച്ചായി കാണാൻ ശ്രമിക്കാതെ സിസ്റ്റത്തിലുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ 1-2 മാസം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാനത് ഇവിടെ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഇതിന് എനിക്കുള്ള ഗുണം ഞാൻ ഫോഴ്സ്ഡ് ആവുകയാണ്. അപ്പോൾ നാളെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് 2 ട്രേഡ് എന്നാണ്, ഞാൻ ഒരു ദിവസം 2 ട്രേഡ് എടുക്കുള്ളൂ. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും 2 ട്രേഡ്. അതായത് ലോസ് വന്നാൽ മാക്സിമം 600 റുപ്പീസ്, പ്രോഫിറ്റ് ആയാൽ 1200 രൂപ, മാക്സിമം 1 ഡേ പ്രോഫിറ്റാണ്. അങ്ങനെ നമുക്ക് 1-2 മാസം നമുക്ക് നോക്കാം. നമുക്കതിന് ശേഷം കോൺഫിഡൻസ് കൂടുമ്പോൾ ലോട്ട് സൈസും കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണുന്ന നിങ്ങൾക്കൊണ്ട് ഈ പറയാനുള്ളത്, ട്രേഡിങ്ങിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചലഞ്ച് എന്നുണ്ടെങ്കിൽ പറയാം, ഇത് കഴിയുമ്പോൾ നമുക്കറിയാം. കാരണം നമ്മൾ ഓൾറെഡി മിനിമം ക്യാപ്പിലാണ് യൂസ് ചെയ്യുന്നത്, മിനിമം ലോട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ നല്ലൊരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അതാണ്. പിന്നെ നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ, മറ്റുള്ള യൂട്യൂബേഴ്സും മെൻറ്റേഴ്സ് ഇപ്പം പറയുന്നത് പോലെ സൈക്കോളജി സിസ്റ്റം, നമ്മളെ റൂൾ പക്കയായിട്ട് ഫോളോ ചെയ്യാൻ പോവുകയാണ്. ദിവസം 2 ട്രേഡ്, SL, ടാർജറ്റ് എല്ലാം ഉണ്ട്. നമ്മളെ എൻട്രി ക്രെഡിറ്റ് വന്നാൽ മാത്രമേ നമ്മൾ എൻട്രി ഇടും. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്കിത് പറയുമ്പോൾ ഞാൻ അതിൽ ഫോഴ്സ്ഡ് ആവും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ 2 ട്രേഡ് ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ എനിക്കുള്ള ബെനിഫിറ്റ് അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നാളെ നമുക്ക് ഇനി ദിവസങ്ങളെല്ലാം റെഗുലർലി നമുക്ക് ട്രേഡ് എടുക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. നമുക്ക് നോക്കാം ക്യാപ്പിൽ പമ്പാവും അതോ ക്യാപ്പിൽ വാഷ് ഔട്ട് ആവും എന്നുള്ളത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി വരും ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.